ഖദറിന്റെ രാത്രി ലഭ്യമാകുവാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഞാനും നിങ്ങളും ഓരോ ദിവസവും മഗ്രിബ് മുതൽ അതിനു വേണ്ടി ഒരുങ്ങണമെന്നാണ് എനിക്ക് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുവാനുള്ളത്. പല ആളുകളും അതിന്റെ ഗൗരവം ഉൾക്കൊള്ളാതെയാണ് റമദാനിൽ കാണാറുള്ളത്. മഗ്രിബിന്റെ സമയം മുതൽ ആരംഭിക്കണം നമ്മൾ അതിന്റെ ഒരുക്കം. മഗ്രിബ് ബാങ്ക് നമ്മൾ കേട്ട് അതിന് ഉത്തരം ചെയ്യാൻ നമുക്ക് സാധ്യമാകുന്ന വിധത്തിൽ സഹോദരങ്ങളെ, നമുക്ക് ഏറ്റവും അടുത്തുള്ള പള്ളി എവിടെയാണെങ്കിൽ അവിടെ എത്തുവാനാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഞാനും നിങ്ങളും ശ്രമിക്കേണ്ടത്. പലരും സൗകര്യപൂർവ്വം വീടുകളിൽ നിന്ന് നോമ്പ് തുറക്കും. അപ്പോൾ നമുക്ക് പല പുണ്യങ്ങൾ നഷ്ടപ്പെടുന്നുണ്ടെന്ന് നമ്മൾ ഓർക്കണം. അള്ളാഹുവിന്റെ ഭവനത്തിൽ നിന്നുള്ള ആ മഗ്രിബിന്റെ ബാങ്കൊലിക്ക് ഉത്തരം ചെയ്യുവാൻ പലപ്പോഴും നമുക്ക് നമ്മുടെ തിരക്കുകൾ കാരണം സാധ്യമായി കൊള്ളണമെന്നില്ല. റബ്ബിന്റെ ഭവനത്തിൽ മഗ്രിബിന് മുമ്പേ നിങ്ങൾ എത്തി സ്ഥലം പിടിക്കണം. ഖദറിന്റെ രാത്രിയെ പ്രതീക്ഷിക്കുന്ന മുസ്ലിമീങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഇനിയുള്ള ഓരോ ദിവസങ്ങളുടെയും മഗ്രിബിന് മുമ്പ് നിങ്ങൾ പള്ളികളിൽ എത്തുക. പള്ളികളിൽ എത്തി നിങ്ങൾ കാത്തിരിക്കുക. മഗ്രിബിന്റെ ബാങ്ക് വിളി നിങ്ങളുടെ കാതുകളിൽ ആ മസ്ജിദിൽ വെച്ച് മുഴങ്ങട്ടെ. അവിടെ നിങ്ങൾ അതിന് ഉത്തരം നൽകുക. ബാങ്ക് വിളി കേൾക്കുമ്പോഴുള്ള മര്യാദകൾ നമുക്കറിയാമല്ലോ. അതിന്റെ ശേഷം നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള, അതല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് ലഭിച്ചേക്കാവുന്ന കാരക്കയോ വെള്ളമോ എന്താണെങ്കിൽ അത് കുടിച്ചുകൊണ്ട് അന്നത്തെ നോമ്പ് മുറിക്കുക. മഗ്രിബിന്റെ തൊട്ട് മുമ്പ് അതാ നമുക്ക് 2 റക്അത്ത് സുന്നത്തുണ്ട്. ആ സുന്നത്ത് നമസ്കരിക്കുക. അതിന്റെ ശേഷം നിസ്കാരത്തെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ്. എത്ര മിനിറ്റ് ആണെങ്കിലും നമസ്കാരത്തിൽ തന്നെയാണ് നമ്മളെന്ന് നമ്മൾ മനസ്സിലാക്കുക. നിസ്കാരത്തെ പ്രതീക്ഷിച്ചുള്ള ആ ഇരിപ്പ് നിസ്കരിക്കുന്ന അതേ പ്രതിഫലമെന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. ദുആക്ക് ഏറെ ഇജാബത്ത് കിട്ടുന്ന വേളയാണത്. ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയ്ക്ക് റബ്ബിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അതിനെ തള്ളപ്പെടുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ അതും നമുക്ക് ലഭ്യമാകും. പിന്നെ നമുക്ക് കിട്ടുന്ന പ്രതിഫലം അതാ ഇമാമിന്റെ കൂടെ തന്നെ ആദ്യത്തെ തക്ബീറത്തുൽ ഇഹ്റാമിൽ തന്നെ നമുക്ക് ചേരുവാൻ സാധിച്ചാലുള്ള പുണ്യം ഇൻഷാ അല്ലാഹ് ഞാൻ വഴിയെ വിശദീകരിക്കുന്നുണ്ട്. അതും നമുക്ക് ലഭിക്കുകയാണ്. ഇങ്ങനെയുള്ള എത്രയോ പ്രതിഫലങ്ങൾ പലപ്പോഴും നമ്മുടെ സൗകര്യാർത്ഥം നമ്മുടെ വീടുകളിൽ വെച്ച് നോമ്പ് തുറന്ന് നമ്മൾ പിന്നീട് നമ്മുടെ അടുത്തുള്ള പള്ളികളിലേക്ക് എത്താൻ വൈകുകയാണ്. പലപ്പോഴും അവിടെ ജമാഅത്ത് തുടങ്ങി ഒന്നാമത്തെ തക്ബീറത്തുൽ ഇഹ്റാം നമുക്ക് നഷ്ടമാകുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പല സുന്നത്തുകളും നമുക്ക് നഷ്ടമാകുന്നു. അല്പം നമ്മുടെ ഭക്ഷണത്തിന്റെ ഏതാനും കാര്യങ്ങൾ നിസ്കാരത്തിന്റെ ശേഷത്തേക്ക് മാറ്റിവെക്കണമെന്ന ഒരൊറ്റ പ്രതിബന്ധം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അതങ്ങ് മാറ്റിവെച്ചാൽ, കാരണം 80-ലേറെ വർഷങ്ങൾ തുടർച്ചയായ ഇബാദത്ത് ചെയ്താലും ലഭിക്കുന്നതിനേക്കാൾ മഹത്വം ഒരൊറ്റ രാവ് കൊണ്ട് ലഭിക്കുന്ന ലൈലത്തുൽ ഖദറിന്റെ ഇത്തരത്തിലുള്ള പുണ്യങ്ങൾ നമുക്ക് ഏത് പലഹാരം കൊണ്ടാണ് മറികടക്കാനാവുക? ഏത് ഭക്ഷണം കൊണ്ടാണ് നമുക്കതിനെ അതിജയിക്കാനാവുക? അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗവാസികൾക്കുള്ള ഒരു കുടിനീര്, അവർക്ക് ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗത്തിലെ ഉന്നതമായ പാനീയങ്ങൾ, ഇതിലപ്പുറമാണോ നമ്മുടെ കൈകളിലുള്ള ജ്യൂസുകളും പാനീയങ്ങളും പലഹാരങ്ങളുമെന്ന് നമ്മൾ ആലോചിച്ചുകൊണ്ട് ഇനി വരുന്ന നാളുകളിലെങ്കിലും നമ്മുടെ നോമ്പുതുറകൾ ബാങ്ക് വിളി കേട്ടുകൊണ്ട് തന്നെ അതിന് ഇജാബത്ത് നൽകി റബ്ബിന്റെ ഭവനത്തിലായി തീരുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്നാണ് വിനീതമായി എന്നോടും നിങ്ങളോടും ഉണർത്തുവാനുള്ളത്. കാരണം ഖദറിന്റെ രാത്രിയെ പ്രതീക്ഷിക്കുന്ന നമ്മൾ മഗ്രിബ് ബാങ്ക് വിളിയോടുകൂടി അതിനെ ഒരുക്കത്തോടുകൂടെ തയ്യാറായി അതിനു വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കണം.